നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. വെറ്റിലപ്പാറ 15-ൽ താമസിക്കുന്ന വെളിയത്ത് പറമ്പിൽ ജിനേഷ് കുമാറാണ് ചാലക്കുടി എക്സൈസിന്റെ പിടിയിലായത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. ഓർമ്മ ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മയക്കുമരുന്ന് കച്ചവടക്കാരൻ പൂപ്പത്തി ഷാജിയെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കി. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ആഭ്യന്തര വകുപ്പ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വിൽപ്പന നടത്തിയയാൾ എക്സൈസിന്റെ പിടിയിലായി. വെറ്റിലപ്പാറ 15-ൽ താമസിക്കുന്ന വെളിയത്ത് പറമ്പിൽ ജിനേഷ് കുമാറാണ് ചാലക്കുടി എക്സൈസിന്റെ പിടിയിലായത്. 7 ലിറ്റർ ചാരായം റിസോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പിടികൂടിയത്. പ്രതിയുടെ പുരയിടത്തിൽ നിന്നും 100 ലിറ്റർ വാഷും വാറ്റ് സെറ്റും കണ്ടെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പൂത്തില്ലൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ, ജെയ്സൺ ജോസ്, സിവിൽ എക്സൈസ് ഓഫീസർ രാകേഷ്, പിങ്കി മോഹൻദാസ്, മുഹമ്മദ് ഷാൻ എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. ചാരായം റിസോർട്ടുകളിലേക്ക് നിർബാധം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം കുറേ ആയിട്ട് എക്സൈസ് ഇൻസ്പെക്ടർക്ക് അരീഷ് സാറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇന്ന് ഒരു പ്രത്യേക ടീം തയ്യാറാക്കി അതിരപ്പള്ളി വില്ലേജിൽ പല ഭാഗങ്ങളിലായി ഈ പരിശോധന നടത്തിയിട്ടുള്ളതാണ്. തത്സമയം നമ്മൾ പെട്രോൾ ചെയ്തുകൊണ്ട് വരവെ ജിനേഷ് എന്ന പറഞ്ഞ ആൾ ചാരായമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ടിയാൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് വീട് ഉള്ള പുരയിടത്ത് നിന്ന് ഉദ്ദേശം 100 ലിറ്റർ വാഷ് 2 ബക്കറ്റുകളിലായി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ഉമ്മൻചാണ്ടി ഓർമ്മദിനമായി ആചരിച്ചു. അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. DCC ജനറൽ സെക്രട്ടറി A അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എല്ലാവർക്കും വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്, നമ്മൾ മരണപ്പെട്ടാൽ നമ്മളെ വേർത്ത് വിലപിക്കുന്നവർ ആരാണ് എന്നുള്ളത്. ഒരു ഭരണാധികാരി ആയിരുന്ന ഒരാൾ, മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ, സകലമായ അധികാരങ്ങളും കൈകളും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ അയാൾ മരണമടഞ്ഞ് നിശ്ചലമായ മൃതശരീരമായ ഒരു വിലാപയാത്രയായി കടന്നു വരുമ്പോൾ ആ വിലാപയാത്രയെ കാത്ത് തെരുവിൻ്റെ ഓരങ്ങളിൽ അപരിചിതരായ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർക്ക് കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രം കാണാനോ സംസാരിക്കാനോ മാത്രം അവസരമുണ്ടായിട്ടുള്ള ഒരു വലിയ ജനത, അപരിചിതരായ ഒരു ജനത തെരുവിൻ്റെ ഓരങ്ങളിൽ കണ്ണീരോടുകൂടി അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേതാക്കളായ കരീം മഞ്ഞവളപ്പിൽ, ജോയ് ചാക്കോള, ലിയോ കുടിയൻ, സുരേന്ദ്രൻ കണ്ണൻകാട്ടിൽ, KR പ്രേമ, ഷേർലി ജോയ്, മാഗി ജോസ്, ഷൈനി റാഫേൽ, സാവിത്രി കൃഷ്ണൻ, വത്സൻ പഴൂക്കര, സേവ്യർ കാരേക്കാട്ട്, ഡെന്നി പള്ളൻ, ജലീൽ മാരേക്കാട് എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മദിനത്തിൽ കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാളയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ ഈ നാടിനകത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജനകീയനായ ഒരു മുൻ മുഖ്യമന്ത്രി, ഏറ്റവും ജനകീയനായ ഒരു നേതാവ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണമടഞ്ഞതിന് ശേഷം പോലും അനേകായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ ജഗതിയിലെ വീട്ടിൽ നിന്ന്, തിരുവനന്തപുരത്തെ ജഗതിയിലെ വീട്ടിൽ നിന്ന് പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ അവസാന അന്ത്യനിദ്ര കൊള്ളുന്ന ആ കല്ലറയിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക്, അത് നമ്മളെ ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. A അഷ്റഫ്, സോയി കോലഞ്ചേരി, സന്തോഷ് ആത്തപ്പള്ളി, ഷേർലി ജോയ്, KR പ്രേമ തുടങ്ങിയവർ പങ്കെടുത്തു. ആളൂർ രാജർഷി മെമ്മോറിയൽ വിദ്യാലയത്തിൽ 10 ഇലക്കറി തയ്യാറാക്കി വിതരണം ചെയ്തു. സ്കൂളിൽ 10 വർഷമായി നടത്തിവരുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് 10 ഇലക്കറി ഉച്ചഭക്ഷണത്തോടൊപ്പം എന്ന പദ്ധതി. കർക്കിടക മാസത്തിൽ പ്രതിരോധ ശേഷിക്കായും ആരോഗ്യ സംരക്ഷണത്തിനായും തുടർന്നു വന്നിരുന്ന ശീലം പുതിയ തലമുറയിലേക്ക് പകർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 10 ഇലക്കറി തയ്യാറാക്കുന്നത്.
വിദ്യാർത്ഥികൾ തന്നെ ശേഖരിച്ച പത്തിലകൾ വൃത്തിയാക്കി അരിയുന്നതിനും പാചകം ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾ സ്കൂളിലെ പാചകക്കാരിയെ സഹായിക്കുകയും ചെയ്യുന്നു. പശു നെയ്യ്, നാളികേരം എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന പത്തിലക്കറി ന്യൂജൻ സ്റ്റുഡൻസിന്റെ ഇടയിലും താരമാണ്. സംസ്കൃതം അധ്യാപകൻ പ്രശാന്ത് പി രാജനാണ് ഈ ആശയത്തിന് തുടക്കമിട്ടത്. പ്രധാനാധ്യാപിക ജൂലിൻ ജോസഫ്, PTA അംഗങ്ങൾ എന്നിവരും നേതൃത്വം നൽകി. വർദ്ധിപ്പിച്ച രാസവള വില വർധനവ് കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും വെട്ടിക്കുറച്ച വളം സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് ഇന്ത്യയിലെയും കേരളത്തിലെയും കൃഷിക്കാരെ സാരമായി ബാധിക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് രാസവളത്തിന് സബ്സിഡി എടുത്തു കളഞ്ഞ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യങ്ങളിൽ എല്ലാ മേഖലയിലും സംരക്ഷിക്കുന്നത്. കൃഷിക്കാരുടെയോ സാധാരണക്കാരുടെയോ പ്രശ്നങ്ങളല്ല ഇവർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഈ നടപടി പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ്. മണ്ഡലം പ്രസിഡന്റ് PF ജോൺസൺ അധ്യക്ഷത വഹിച്ചു. VM വത്സൻ, സുരേഷ് കോച്ചേരി, KV പ്രദീപ് കുമാർ, CN സുദർശനൻ, VS ഗോപാലകൃഷ്ണൻ, MK ബാബു എന്നിവർ പ്രസംഗിച്ചു. അന്നമനട വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത്, അന്നമനട സർക്കാർ ആയുർവേദ ആശുപത്രി, സ്നേഹദീപം വയോജന ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മരുന്നുകഞ്ഞി വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യകരമായ സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാ പദ്ധതികൾ നിരവധി നടപ്പാക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് ഉണ്ടാകുന്നത്. അന്നമനടയ്ക്കകത്ത് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പകൽ വീടുകൾ തോറും, അതോടൊപ്പം തന്നെ വയോജന ക്ലബ്ബുകൾ തോറും ആയുർവേദവും ഹോമിയോയും അലോപ്പതി അടക്കമുള്ള ചികിത്സാ രീതികൾ അത് വാതിൽപ്പടി സേവനത്തിലൂടെ, അതല്ലെങ്കിൽ ഓരോ പ്രദേശത്തേക്കും ഡോക്ടർമാരും സംഘവും മരുന്നും അടക്കം ചേർന്നുകൊണ്ട് ആരോഗ്യ സംരക്ഷണ രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന പഞ്ചായത്ത് കൂടി. ഇപ്പോൾ കോവിഡ് കാലത്ത് ആരോഗ്യമിത്രം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ 39 ക്യാമ്പുകളിലൂടെ ഏകദേശം 4000-ഓളം വരുന്ന മുതിർന്ന പൗരന്മാർക്ക്. പഞ്ചായത്ത് അംഗം KA ബൈജു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ, പഞ്ചായത്ത് അംഗം KK രവി നമ്പൂതിരി, മെഡിക്കൽ ഓഫീസർ ബബിത, വയോജന ക്ലബ്ബ് സെക്രട്ടറി PK മോഹനൻ, പ്രസിഡന്റ് K പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. മയക്കുമരുന്ന് കച്ചവടക്കാരൻ പൂപ്പത്തി ഷാജിയെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കി. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ നിയമപ്രകാരമുള്ള ഈ വർഷത്തെ 3ാമത്തെ കരുതൽ തടങ്കൽ ഉത്തരവാണിത്. പൂപ്പത്തി ഷാജി എന്നറിയപ്പെടുന്ന മാള പൊയ്യ പൂപ്പത്തി സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷാജിക്കെതിരെയാണ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ 1ലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനുള്ള നിയമമാണ് പിറ്റ് ആൻഡ് DPS നിയമം. ഷാജി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത കഞ്ചാവ് എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ്. കൊടകര പോലീസ് ഇൻസ്പെക്ടർ PK ദാസ്, ASI ജ്യോതിലക്ഷ്മി, CPO സനോജ് എന്നിവർ നടപടികൾക്ക് പ്രധാന പങ്ക് വഹിച്ചു. തുടർന്നും കൂടുതൽ പേർക്കെതിരെ നിയമപ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണെന്നും മയക്കുമരുന്ന് കച്ചവട ശൃംഖലയിലെ മുഴുവൻ ആളുകളെയും പിടികൂടുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. വെറ്റിലപ്പാറ 15-ൽ താമസിക്കുന്ന വെളിയത്ത് പറമ്പിൽ ജിനേഷ് കുമാറാണ് ചാലക്കുടി എക്സൈസിന്റെ പിടിയിലായത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. ഓർമ്മ ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മയക്കുമരുന്ന് കച്ചവടക്കാരൻ പൂപ്പത്തി ഷാജിയെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കി. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ആഭ്യന്തര വകുപ്പ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്.
ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.